നമുക്കിനി പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെയും പ്രവചനാതീതമായ നിരവധി മണ്ഡലങ്ങളുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം LDF-നായിരുന്നുവെങ്കിൽ ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിലുണ്ട്. ആറന്മുളയിലൊക്കെ കുമ്മനം രാജശേഖരൻ നടത്തുന്ന പോരാട്ടമുണ്ട്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുള്ള ഒരു ജില്ലയാണ്. ശ്രീനാരായണൻ, ഏറ്റവും ഒടുവിലത്തെ പ്രചരണ ദിവസം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, കാഴ്ചകൾ? രാജ്യത്തെ ആവേശകരമായ ഒരു കുട്ടിക്ലാസ് ശേഷം ഒരു പടിയിറക്കം എന്ന് നമ്മൾ പറയില്ലേ, സ്വാഭാവികമായി അത്തരത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇതിന്റെ വലിയ രീതിയിലാണ് മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു കുട്ടിക്ലാസിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രവർത്തകരും ആവശ്യമായിരുന്നു. എന്തായാലും കുട്ടിക്ലാസം കഴിഞ്ഞു. ഇന്ന് മുതൽ നിശബ്ദ പ്രചരണമാണ്. ആ നിശബ്ദ പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വ്യക്തികളെ കാണാനും സഭാ നേതാക്കളെ അങ്ങനെ അവർക്ക് വ്യക്തിപരമായുള്ള ചില ബന്ധങ്ങളെ കൊണ്ട് അവിടെ കേക്ക് ആണെന്നുള്ള തിരക്കിലാണ്. പ്രവർത്തകർ ഈ പറയുന്ന വോട്ട് സ്ലിപ്പുകളും മറ്റുള്ള സ്ലിപ്പുകളൊക്കെ വിതരണം ചെയ്ത തിരക്കിലാണ്. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഈ മൂന്ന് മുന്നണികളും വയ്ക്കുന്നു. ആര് ജയിക്കും, ആര് ഇതിൽ നിന്നും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് 5 മണ്ഡലങ്ങളും വിജയിക്കാനായി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. നിലവിലുള്ള സാഹചര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാറി പറയുന്ന സാഹചര്യമുണ്ടായി. അത് വീണ്ടും UDF-ലേക്ക് പോകുന്ന രീതിയിലേക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള മാറി മറിയുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അതോടുകൂടി തന്നെ രാഷ്ട്രീയം പത്തനംതിട്ടയിലെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-ന് എത്ര സീറ്റുകൾ ലഭിക്കും, UDF-ന് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആശങ്കയുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ അമിതമായ ഒരു ആത്മവിശ്വാസം UDF തീർച്ചയായും കൃഷ്ണനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പത്തനംതിട്ടയിലെ കൊല്ലത്തേക്ക് പോകണം. അവിടെ വിനീഷ് ഉണ്ട്. വിനീഷ്, കൊല്ലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അവസാനം വന്നൊരു വിവാദം, ബിന്ദു കൃഷ്ണയുടെ മകൻ ഓടിച്ച കാറ് അത് ആശ്രാമത്ത് വെച്ച് അപകടം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ LDF-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റ് പല രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റും കടന്നുപോയ ഒരു ജില്ലയാണ് കൊല്ലം. ഇന്നും സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി ഫീൽഡിൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ അവിടെ? തീർച്ചയായും ഇത് ഇന്നലെ കൊട്ടിക്കലാശം പൂർത്തിയായപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ചില അനിഷ്ട സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊന്നും തന്നെ സാരമായി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ വിശദീകരണം ഇന്നലെ തന്നെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ പറയുകയാണെങ്കിൽ UDF-ന്റെ ഒരു പ്രതീക്ഷ ഉയർത്തുന്ന ഒരു മണ്ഡലമായി തന്നെ ഇത് മാറി എന്നുള്ളതാണ്. LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. LDF സീറ്റ് നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജയമോഹനാണ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബിന്ദു കൃഷ്ണയും അവിടെ ജനത തേടുന്നുണ്ട്. അപ്പോ LDF സ്ഥാനാർത്ഥി നമുക്ക് മറ്റൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. CPI സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു ശ്രമമാണ് കരുനാഗപ്പള്ളിയിൽ. LDF MLA CR മഹേഷാണ് ഭൂരിപക്ഷം കൂട്ടുവന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അത് തീരദേശ വോട്ടർമാരുടെ നിലപാട് അവിടെ ആ ഒരു മണ്ഡലത്തിൽ നിർണായകവുമാണ്. നമുക്ക് മറ്റൊരു മണ്ഡലമാണ് ചാത്തന്നൂർ. ത്രികോണ മത്സരം നടക്കുന്നത് ശക്തമായ ഒരു മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സൂരജ് രവി, BJP സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. നമുക്കറിയാം BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലമാണ്. അത് ഈ ടൈമിൽ 1ാം സ്ഥാനത്തെത്തും, ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള വലിയൊരു വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ സൂരജ് രവിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അവർക്കും വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട്. നമുക്കിനി ചവറയിലേക്ക് വരാം. കരിമണലിന്റെ മണ്ഡലമാണ്. ഷിബു ബേബി ജോണും സുജിത് വിജയൻ പിള്ളയും നേർക്കുനേർ മത്സരിക്കുന്ന വലിയ ഒരു മണ്ഡലമാണ്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഈ ചവറ മണ്ഡലം ഷിബു ബേബി ജോൺ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ RSPയുടെ ഒരു നിലനിൽപ്പിന്റെയും കൂടി ഒരു വിഷയമാണ്. അതുകൊണ്ട് ശക്തമായ മത്സരം നടക്കുന്നു. LDF വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുജിത് വിജയൻ പിള്ള. അതുപോലെ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് SDPയുടെയും PDPയുടെയും പിന്തുണ LDF-ന് ഉണ്ട്. അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇന്നലെ അവസാനം ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, മഹാപ്രളയം മനുഷ്യനിർമ്മിതമെന്ന് ആവർത്തിച്ച മാത്യു കുളനാടൻ ഇന്ന് കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.